ഇന്നലെ വളരെ മനോഹരമായ ഒരു അവസരം ബിനോയ് വിശ്വം ഉപയോഗിച്ചത്. ബിനോയ് വിശ്വത്തിനെതിരെയും ഇസ്മായിലിൻ്റെ നേതൃത്വത്തിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ പാർട്ടിക്കകത്തൊക്കെ വന്നു. അതെല്ലാം അങ്ങനെ നിൽക്കട്ടെ, അത് ചർച്ച ചെയ്യുന്ന വീഡിയോ അല്ല ഇത്. പക്ഷേ വളരെ കൃത്യമായി ബിനോയ് വിശ്വം ഇന്നലെ നല്ലൊരു തീരുമാനമെടുത്തു. അതിനകത്തുള്ള ഒരു എല്ലാവരും കണ്ടു പഠിക്കേണ്ടുന്നൊരു കാര്യമുണ്ട് ബിനോയ് വിശ്വം ചെയ്തിരിക്കുന്നതിൽ. കണ്ടുപഠിക്കേണ്ട കാര്യം, ബിനോയ് വിശ്വത്തിൻ്റെ അടുത്ത് ഈ വിഷയം വന്നപ്പോൾ ബിനോയ് വിശ്വം ഉടനെ തന്നെ മന്ത്രിമാരുടെ യോഗം ചേരുന്നു, അവിടെ പറ്റുന്ന എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നു. ആ എക്സിക്യൂട്ടീവ് യോഗത്തിന് മുമ്പേ സീനിയർ നേതാക്കളും മന്ത്രിമാരുമായിട്ട് യോഗം ചേരുന്നു. വലിയ കൺസൾട്ടേഷനാണ്, ജനാധിപത്യപരമായ കൺസൾട്ടേഷനാണ് ബിനോയ് വിശ്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ബിനോയ് വിശ്വത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇന്ന് കേരളത്തിൽ ഒരു പാർട്ടിയിലും ഇല്ലാത്ത, ഒരു പാർട്ടിയിലും കാണാത്തൊരു ജനാധിപത്യ ചർച്ച ബിനോയ് വിശ്വം പാർട്ടിക്കകത്ത് വച്ചു എന്നുള്ളത്, ഈ വിഷയത്തിൻ്റെ മെരിറ്റ് അവിടെ നിൽക്കട്ടെ, പക്ഷേ വച്ചു എന്നുള്ളത് ബിനോയ് വിശ്വത്തിന് തന്നെയാണ് ബിഗ് ഹാറ്റ്സ് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ വിഷയം ഇന്നലെ മുഖ്യമന്ത്രി അപ്പോൾ എല്ലാവരും, വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള എല്ലാവരും പറഞ്ഞു മുഖ്യമന്ത്രി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നമെല്ലാം പരിഹരിക്കും. എം വി ഗോവിന്ദൻ മാഷിനും അതുപോലെ എം എ ബേബിക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു, അല്ലെങ്കിൽ എല്ലാവരും പ്രതീക്ഷിച്ചത് മുഖ്യമന്ത്രി വന്ന് കണ്ണുരുട്ടുകയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിരട്ടുകയോ, രണ്ട് രീതിയിലുണ്ടല്ലോ, സ്നേഹം കൊണ്ടോ വിരട്ടൽ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞ് ഇതിനെ പാച്ചപ്പ് ചെയ്തെടുക്കും എന്ന് വിചാരിച്ചു. പക്ഷേ മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ചിട്ടും ബിനോയ് വിശ്വം പിടികൊടുത്തില്ല. നേരിട്ട് 3:30 മണി മുതൽ 4:30 മണി വരെ സംസാരിച്ചിട്ടും പിടികൊടുത്തില്ല. മന്ത്രിമാർ രേഖാമൂലം അവരുടെ അതൃപ്തി അറിയിച്ചു. അപ്പോൾ വളരെ കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തിരിക്കുന്നു.